യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവവചനം നമ്മളെ നേരായ വഴിക്ക് നയിക്കും, നമ്മൾക്ക് അനുഗ്രഹമായി തീരും എന്ന ഉറച്ച വിശ്വാസത്തിൽ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കാണുവാനും വായിക്കുവാനും ശ്രവിക്കുവാനും ദൈവം അവസരം തരുന്നതിന് കോടാനുകൂടി നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 27-ാം തിരുവചനം. എൻ്റെ ദാസനായ യാക്കോബേ, ഭയപ്പെടേണ്ട, ഇസ്രായേലെ പരിഭ്രമിക്കേണ്ട. ദൂരദേശത്ത് അടിമത്തത്തിൽ കഴിയുന്ന നിന്നെയും നിന്റെ മക്കളെയും ഞാൻ മോചിപ്പിക്കും. യാക്കോബ് മടങ്ങി വരും, അവന് ശാന്തിയും സുരക്ഷിതത്വവും കൈവരും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. നിങ്ങൾ ഭയത്തോടെയാണോ കഴിയുന്നത്? നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയോർത്ത് ഭയപ്പെടുന്നുണ്ടോ? മക്കളെ ഓർത്ത് ഭയപ്പെടുന്നുണ്ടോ? സാമ്പത്തിക മേഖലയെ ഓർത്ത് ഭയപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ രോഗത്തെ ഓർത്ത് ഭയപ്പെടുന്നുണ്ടോ? എന്നാൽ ദൈവമായ കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് സ്നേഹത്തോടെ പറയുകയാണ്, ഭയപ്പെടേണ്ട. ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട. നിങ്ങൾ ഏതടിമത്തത്തിലാണെങ്കിലും, നിങ്ങൾ ഏത് തിന്മയുടെ അവസ്ഥയിലാണെങ്കിലും, ഏത് രോഗാവസ്ഥയിലാണെങ്കിലും, എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെങ്കിലും, അവിടെ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളെ ആരും ഇനിമേൽ ഭയപ്പെടുത്തുകയില്ല. ഒരു വ്യക്തിയുടെ നിലവിലുള്ള അവസ്ഥ മാറും എന്ന് വ്യക്തമായിട്ട് ദൈവം നമുക്ക് വാഗ്ദാനം തരികയാണ്. ഇനിമേൽ ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. നമുക്കിപ്പോൾ ഏതവസ്ഥയാണ് ഉള്ളത്, ഇനിമേൽ അങ്ങനെ ഒരവസ്ഥ നമുക്ക് വരികയില്ല. ഭയം നമ്മളെ ഇനി പേടിപ്പിക്കുകയില്ല. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെ ദൈവസന്നിധിയിലേക്ക് ഈ ദിവസം സമർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.